Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ഐ ഹാവ് നോ റിഗ്രറ്റ്. റിഗ്രറ്റ് എന്നാൽ ദുഃഖം എന്നാണ് അർത്ഥം, ഖേദം. ഐ ഹാവ് നോ എനിക്കില്ല, ഐ ഹാവ് നോ റിഗ്രറ്റ് എനിക്ക് ദുഃഖമില്ല. സേയ്സ് മാൻ ഒരു പുരുഷൻ പറയുന്നു. ആഫ്റ്റർ സ്ലിറ്റിംഗ്, സ്ലിറ്റ് എന്നാൽ അറുക്കുക എന്നുള്ള അർത്ഥമാണ്. ആഫ്റ്റർ സ്ലിറ്റിംഗ് അറുത്തതിന് ശേഷം 6 year old സൺസ് ത്രോട്ട്, ത്രോട്ട് എന്നാൽ തൊണ്ട എന്നുള്ള അർത്ഥമാണ്, കഴുത്ത്. 6 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയുടെ തൊണ്ട അറുത്തതിന് ശേഷം ഒരു പുരുഷൻ പറയുകയാണ്, എനിക്ക് ദുഃഖമില്ല. ഇൻ ബീഹാർ ഗോബൽഗഞ്ച്, ബീഹാറിലുള്ള ഗോബൽഗഞ്ച് എന്നു പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. അറസ്റ്റഡ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇതാണ് തലക്കെട്ട്. പാറ്റ്ന, ഇൻ എ ഷോക്കിംഗ് ഇൻസിഡൻറ്റ്, ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം. എ മാൻ ഒരു പുരുഷൻ. സ്ലിറ്റ് അറുത്തു, കീറി, ഇതൊക്കെയാണ് അർത്ഥം. ദ ത്രോട്ട് ഓഫ് ഹിസ് ഓൺ 6 year old സൺ, അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനെ 6 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയുടെ തൊണ്ടയാണ് അദ്ദേഹം പിളർത്തത്. ഇൻ ബീഹാർസ് ഗോബൽഗഞ്ച് ഓൺ ഫ്രൈഡേ, വെള്ളിയാഴ്ച ദിവസം ബീഹാറിൽ ഈ പറഞ്ഞിട്ടുള്ള ഗോബൽഗഞ്ച് എന്നു പേരുള്ള ഈ സ്ഥലത്താണ് സംഭവം. ദി ഇൻസിഡൻറ്റ്, ഈ സംഭവം ഹാപ്പൻഡ്, ഈ സംഭവം സംഭവിച്ചത് ഇൻ നാരായൺപൂർ വില്ലേജ്, നാരായൺപൂർ വില്ലേജിലാണ്, ഈ ഗ്രാമത്തിലാണ് ഈ സംഭവം സംഭവിച്ചത്. ദ പോലീസ്, പോലീസ് പറഞ്ഞു. ഷോക്കിംഗ്ലി ഞെട്ടിത്തരിപ്പിച്ചുകൊണ്ട്. ദി അക്യൂസ്ഡ് ഫാദർ, പ്രതിയായിട്ടുള്ള അച്ഛൻ. അരവിന്ദ് കുമാർ സിംഗ് എന്നാണ് പേര്. ആഫ്റ്റർ കമ്മിറ്റിംഗ് ദ ബാർബാറിക് ക്രൈം, ബാർബാറിക് എന്നാൽ ദുഷ്ടമായ എന്നുള്ള അർത്ഥമാണ്, മ്ലേച്ഛമായിട്ടുള്ള, ക്രൂരമായ, ഇതൊക്കെയാണ് അർത്ഥം. ഈ ക്രൂരമായിട്ടുള്ള ഈ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം പുട്ട് ദ ബോഡി ഇൻ എ കോട്ടൺ ബാഗ്, ഒരു കോട്ടൺ ബാഗിൽ ഈ മൃതദേഹം ഇട്ടു. ആൻഡ് വെയിറ്റഡ്, എന്നിട്ട് അദ്ദേഹം കാത്തിരുന്നു. ഫോർ ദ പോലീസ്, പോലീസിനെ കാത്തിരുന്നു. അറ്റ് ദ ഡോർ ഓഫ് ഹിസ് ഹൗസ്, അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ. ഫോർ ദ പോലീസ് ടു അറസ്റ്റ്, പോലീസ് വന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ അദ്ദേഹം പോലീസിനെ കാത്തിരുന്നു. പോലീസ് സെഡ് ദാറ്റ്, പോലീസ് പറഞ്ഞു. അരവിന്ദ്, ഈ പ്രതിയായിട്ടുള്ള അരവിന്ദ്. ഹൂ ഹാഡ് റീസെൻ്റ്ലി റിട്ടേൺഡ് ഫ്രം ഫോറിൻ കൺട്രി, റീസെൻ്റ്ലി എന്നാൽ അടുത്ത കാലത്ത് എന്നുള്ള അർത്ഥമാണ്. റിട്ടേൺഡ് എന്നാൽ തിരിച്ചു വന്ന. അദ്ദേഹം, പോലീസ് പറയുന്നത് ഇതാണ്, ഇദ്ദേഹം അടുത്ത കാലത്തായിട്ട് വിദേശ രാജ്യത്ത് നിന്നും തിരിച്ചു വന്നതായിരുന്നു. 3 months ago, 3 മാസങ്ങൾക്ക് മുമ്പ്, 3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വിദേശത്ത് നിന്നും നാട്ടിലേക്ക് തിരിച്ചു വന്നതാണ്. ഹാസ് ബീൻ മെൻ്റലി ഡിസ്റ്റർബ്ഡ്, അദ്ദേഹം മാനസികമായിട്ട് അദ്ദേഹം പ്രശ്നത്തിലായിരുന്നു, അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടായിരുന്നു. ഡ്യൂ ടു എന്നാൽ അതുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്, ഇക്കാരണത്താൽ. ഓൺഗോയിങ് ഫാമിലി ഡിസ്പ്യൂട്ട്സ് എന്നാൽ വഴക്ക് എന്നുള്ള അർത്ഥമാണ്. വിത്ത് ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അത് കാരണത്താൽ അദ്ദേഹം മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലായിരുന്നു. അദ്ദേഹം 3 മാസങ്ങൾക്ക് മുമ്പ് വിദേശത്ത് നിന്നും ഈ അടുത്തിടെയായിട്ട് തിരിച്ചു വന്നതായിരുന്നു. എബൌട്ട് ദ ഹൊറർ, ഹൊറർ എന്നാൽ നടുക്കുന്ന എന്നുള്ള അർത്ഥം, ഭയങ്കരത്വം, ഈ ഭയങ്കരമായിട്ടുള്ള ഘോരമായിട്ടുള്ള സംഭവം, അതിനെപ്പറ്റിയാണ് പറയുന്നത്. അരവിന്ദ്സ് വൈഫ്, അരവിന്ദിൻ്റെ ഭാര്യ. എ സ്കൂൾ ടീച്ചർ, ഒരു സ്കൂൾ അധ്യാപികയാണ്. ഹാഡ് ലെഫ്റ്റ് ഫോർ വർക്ക്, ജോലിക്ക് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇൻ ദ മോർണിംഗ്, രാവിലെ. അലോങ് വിത്ത് ദെയർ 2 daughters ആൻഡ് സൺ, അലോങ് വിത്ത് എന്നാൽ കൂടെ എന്നുള്ള അർത്ഥമാണ്. ദ 2 daughters ആൻഡ് സൺ, അവരുടെ 2 പെൺമക്കളുടെയും ഒരു ആൺകുട്ടിയുടെയും കൂടെ ഈ അരവിന്ദിൻ്റെ ഭാര്യ, സ്കൂൾ ടീച്ചറാണ്, ആ സ്കൂൾ ടീച്ചർ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു രാവിലെ. ഇൻ ദി ആഫ്റ്റർനൂൺ, ഉച്ചതിരിഞ്ഞ്. വെൻ ദ ചിൽഡ്രൻ റിട്ടേൺ ഹോം, കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത്. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ദ ചിൽഡ്രൻ റിട്ടേൺ ഹോം, കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത്. അരവിന്ദ് ഗൈവ്, അരവിന്ദ് നൽകി. ഹിസ് ഡോട്ടേഴ്സ്, അദ്ദേഹത്തിൻ്റെ പെൺമക്കൾക്ക്. സം മണി, കുറച്ച് പണം. ആൻഡ് സെൻഡ് ദം ടു ദ മാർക്കറ്റ്, എന്നിട്ട് അദ്ദേഹം ആ പെൺകുട്ടികളെ
മാർക്കറ്റിലേക്ക് അയച്ചു. പണം നൽകിക്കൊണ്ട് മാർക്കറ്റിലേക്ക് അയച്ചു. വൈൽ അതേസമയം ഹി വാസ് അലോൺ അദ്ദേഹം തനിച്ചായിരുന്നു. ഈ അരവിന്ദ് തനിച്ചായിരുന്നു. അറ്റ് ഹോം വീട്ടിൽ വിത്ത് ഹിസ് 6-year-old സൺ അദ്ദേഹത്തിൻ്റെ 6 വയസ്സ് പ്രായമുള്ള മകൻ്റെ കൂടെ അദ്ദേഹം ഇതേ സമയം വീട്ടിൽ തനിച്ചായിരുന്നു. ഹി അലേജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥം. പത്രക്കാർക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്രക്കാർ നൽകുന്നതാണ്. അതാണ് അലേജഡ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി അലേജഡ്ലി സ്ലിറ്റ് അദ്ദേഹം അറുത്തു ദ ചൈൽഡ്സ് ത്രോട്ട് ആ കുട്ടിയുടെ തൊണ്ട അദ്ദേഹം കത്തിക്കൊണ്ട് അറുത്തു. ഇതാണ് ആരോപിക്കപ്പെടുന്നത്, ഇതാണ് പറയപ്പെടുന്നത്. സൂൺ ആഫ്റ്റർ വൈകാതെ അരവിന്ദ്സ് വൈഫ് അരവിന്ദിൻ്റെ ഭാര്യ അറൈവ്ഡ് എത്തി. ഹോം വീട്ടിലേക്ക് അരവിന്ദിൻ്റെ ഭാര്യ എത്തി. ആൻഡ് റൈസ്ഡ് എൻ അലാം അങ്ങനെ ശബ്ദമുണ്ടാക്കി. ഇത് കണ്ട് ഭയപ്പെട്ട് ശബ്ദമുണ്ടാക്കി. പ്രോംപ്റ്റിംഗ് വില്ലേജേഴ്സ് ടു റഷ് ടു ദ സീൻ ഇത് കേട്ട് എന്താണ് ഈ ഗ്രാമത്തിലുള്ള ആളുകൾ ആ സീൻ എന്നാൽ സംഭവസ്ഥലം ഈ സംഭവസ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തിച്ചേർന്നു. ദിസ് ഇൻസിഡൻറ്റ് ഈ സംഭവം ഹാസ് ക്രിയേറ്റഡ് ഈ സംഭവം സൃഷ്ടിച്ചു ഷോക്ക് ആൻഡ് പാനിക് ഇൻ ദ ഏരിയ ആ പ്രദേശത്ത് നടുക്കവും ഞെട്ടലും ഈ സംഭവം ആ പ്രദേശത്ത് സൃഷ്ടിച്ചു. ദ പോലീസ് വേർ ഇമീഡിയറ്റ്ലി ഇൻഫോംഡ് പോലീസിനെ പെട്ടെന്ന് അറിയിച്ചു, അതാണ് അർത്ഥം. ദ പോലീസ് വേർ ഇമീഡിയറ്റ്ലി ഇൻഫോംഡ് പോലീസിനെ പെട്ടെന്ന് അറിയിച്ചു. ആൻഡ് അറൈവ്ഡ് പോലീസ് എത്തിച്ചേർന്നു. ഷോർട്ട്ലി ആഫ്റ്റർ എന്നാൽ വൈകാതെ എന്നുള്ള അർത്ഥം. ഉടനെ തന്നെ പെട്ടെന്ന് പോലീസ് സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അരവിന്ദ് ഹു വാസ് ഫൗണ്ട് വെയിറ്റിംഗ് അദ്ദേഹത്തെ കാത്തിരിക്കുന്ന രൂപത്തിൽ കണ്ടെത്തി. അറ്റ് ദ ഗേറ്റ് ഫോർ ലോ എൻഫോഴ്സ്മെൻറ്റിലെ അദ്ദേഹം കാത്തിരിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ. വാസ് ടേക്കൺ ഇൻ ടു കസ്റ്റഡി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. ആസ് ദ പ്രൈം സസ്പെക്ട് ഇൻ ദ കേസ് ഈ കേസിൽ പ്രധാന പ്രതിയായിട്ടുള്ള ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. പ്രൈം എന്നാൽ പ്രധാന പ്രതി ആയിട്ടുള്ള ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വി ഹാവ് അറസ്റ്റഡ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദ വിക്ടിംസ് ഫാദർ ഈ വിക്ടിം എന്നാൽ ഈ ഇരയുടെ അച്ഛനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ പ്രിലിമിനറി എന്നാൽ പ്രാരംഭമായിട്ടുള്ള അന്വേഷണം സജസ്റ്റ് ആ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് എന്താണ്? എ ഫാമിലി ഡിസ്പ്യൂട്ട് ഒരു കുടുംബ വഴക്ക് ഡിസ്പ്യൂട്ട് എന്നാൽ വഴക്ക് ആസ് എ പോസിബിൾ മോട്ടീവ് ഇതിന് സാധ്യമായിട്ടുള്ള ഈ വഴക്കിന് കാരണം ഈ പ്രവൃത്തിക്ക് കാരണം എന്താണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്? കുടുംബ വഴക്കാണ് ഇതിനുള്ള കാരണം എന്നാണ് പ്രാഥമികമായിട്ട് കണ്ടെത്തിയത്. അരവിന്ദ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് വൈഫ് അരവിന്ദിൻ്റെ ബന്ധം അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് ഉള്ള ബന്ധം ഹാസ് ബീൻ സ്ട്രെയിൻ എന്നാൽ ഇവിടെ മോശമാകുക അഴുകുക ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു. എവർ സിൻസ് ഹി റിട്ടേൺ ഫ്രം എബ്രോഡ് അദ്ദേഹം വിദേശത്ത് നിന്ന് തിരിച്ചു വന്നത് മുതൽ തൊട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വളരെ മോശപ്പെട്ട രൂപത്തിലായിരുന്നു. അക്യൂസ്ഡ് പ്രതി കൺഫസസ് ടു ക്രൈം കൺഫസ് എന്നാൽ സമ്മതിക്കുക എന്നുള്ള അർത്ഥമാണ്, കുറ്റം സമ്മതിക്കുക. അക്യൂസ്ഡ് കൺഫസസ് ടു ക്രൈം ഈ പ്രതി കുറ്റം സമ്മതിക്കുന്നു. ദി അക്യൂസ്ഡ് പ്രതി ഹാസ് കൺഫസ്ഡ് സമ്മതിച്ചിട്ടുണ്ട് ടു ദ ക്രൈം ഈ കുറ്റകൃത്യം ചെയ്തതായിട്ട് പ്രതി സമ്മതിച്ചു. ഹി ഓൾസോ സെഡ് അദ്ദേഹം ഇതുകൂടെ പറഞ്ഞു ദാറ്റ് ഹി ഹാസ് നോ റിഗ്രറ്റ് ഫോർ ദിസ് ഇൻസിഡൻറ്റ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സംഭവത്തിൽ അദ്ദേഹത്തിന് ദുഃഖമില്ല ഇതുകൂടെ അദ്ദേഹം പറഞ്ഞു. റിഗ്രറ്റ് എന്നാൽ ദുഃഖം. സെഡ് ആനന്ദ് മോഹൻ SDPO ഓഫ് ഹത്വ റേഞ്ച് ഗോപൽഗഞ്ച് ഡിസ്ട്രിക്ട് SDPO എന്നതിൻ്റെ പൂർണ്ണരൂപം സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ എന്നാണ്. ഈ പോലീസ് ഓഫീസറായിട്ടുള്ള ആനന്ദ് മോഹൻ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു ഈ പ്രതി കുറ്റം ചെയ്തതിൽ അദ്ദേഹത്തിന് ദുഃഖമില്ല. ദി ആക്ച്വൽ കോസ് ഓഫ് ദ മർഡർ ഈ കൊലപാതകത്തിൻ്റെ ശരിയായിട്ടുള്ള കാരണം ഓഫ് ദ 6-year-old ചൈൽഡ് ഈ 6 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ കൊലപാതകത്തിൻ്റെ ശരിയായിട്ടുള്ള കാരണം വാസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് അത് ഡിസ്ക്ലോസ് എന്നാൽ അർത്ഥം
വെളിപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ഈ ശരിയായിട്ടുള്ള കാരണം വെളിപ്പെടുത്തിയിട്ടില്ല ബൈ ദ അക്യൂസ്ഡ് സോഫാർ എന്നാൽ ഇതുവരെ എന്നുള്ള അർത്ഥമാണ്. അക്യൂസ്ഡ് എന്നാൽ പ്രതി. ഈ പ്രതി ഇതുവരെ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിൻ്റെ ശരിയായിട്ടുള്ള കാരണം എന്താണ് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. വി ഹാവ് സെൻറ്റ് ഞങ്ങൾ അയച്ചിട്ടുണ്ട് ദ ഡെഡ് ബോഡി മൃതശരീരം ഫോർ ദ പോസ്റ്റ്മോർട്ടം. ഇത് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യമാണ്. വി ഹാവ് സെൻറ്റ് ദ ഡെഡ് ബോഡി ഫോർ ദ പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് മൃതദേഹം ഞങ്ങൾ അയച്ചിട്ടുണ്ട്. എ നൈഫ് ഒരു കത്തി. വിച്ച് ആ കത്തി വാസ് യൂസ്ഡ് ഇൻ ദ കമ്മീഷൻ എന്നാൽ ഇവിടെ അർത്ഥം കൃത്യം എന്നുള്ള അർത്ഥമാണ്, കർമ്മം. ഈ കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട കത്തി. ദ കമ്മീഷൻ ഓഫ് ദ ക്രൈം ഈ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചിട്ടുള്ള കത്തി വാസ് ഓൾസോ സീസ്ഡ് അതുകൂടെ പിടിച്ചെടുത്തു ഫ്രം ദ അക്യൂസ്ഡ് പൊസഷൻ എന്നാൽ കൈവശം. ഈ പ്രതിയുടെ പക്കൽ നിന്നും ഈ കൃത്യത്തിന് ഉപയോഗിച്ച ആ കത്തിയും കണ്ടെടുത്തു, പിടികൂടി. മോഹൻ സെഡ് ഈ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മോഹൻ പറഞ്ഞു.